السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم لأن أكون سبحان الله والحمد لله ولا إله إلا الله والله أكبر أحب إلي مما طلعت عليه الشمس. റവാഹു മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിലെ 2695 ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. നമുക്ക് പലതിനോടും ഇഷ്ടം വേണ്ട ആളുകളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് അള്ളാഹുവിനോട് ഇഷ്ടം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് കഴിഞ്ഞാൽ മാതാപിതാക്കൾ. അള്ളാഹുവിനോട് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവൻ്റെ കൽപ്പനകൾ പാലിക്കുകയും നിരോധങ്ങൾ വർജിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം അദ്ദേഹത്തിൻ്റെ വാക്കും പ്രവൃത്തിയും മൗനാനുവാദവും ഒക്കെ ജീവിതത്തിൽ പകർത്തി ഒരു വിശ്വാസിയായി, മുഹിബ്ബുസ്സുന്നയായി, മുത്തബിയുസ്സുന്നയായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരോടുള്ള ഇഷ്ടം, അവരുടെ ആദരവും ബഹുമാനവും ഉള്ളതോടൊപ്പം തന്നെ അവരോട് മാന്യമായ സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ടും അവരെ ആദരിച്ചും ബഹുമാനിച്ചും ഇഷ്ടപ്പെട്ടും അവരുടെ മരണം വരെ അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ പരിശോധിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ട പ്രത്യേകം ചില കാര്യങ്ങളും പ്രവൃത്തികളും ദിക്റുകളും ഔറാദുകളും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിൽപ്പെട്ടൊരു ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ലിഅൻ അഖൂല, ഞാൻ പറയലാണ്. എന്ത് പറയൽ? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇതറിയാത്ത ഏത് മനുഷ്യനാണുള്ളത്? ഇത് പറയലാണ്. എന്ത്? അഹബ്ബു ഇലയ്യ, എനിക്ക് അങ്ങേയറ്റത്തെ ഇഷ്ടം, മിമ്മാ തലഅത് അലൈഹി ശംസു, സൂര്യൻ ഉദിച്ച ദിവസത്തേക്കാൾ എന്ന് പറഞ്ഞാൽ ദുനിയാവിനേക്കാൾ ഏറ്റവും പ്രിയങ്കരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെട്ട ദിക്റുകളിൽ ഒന്നായിരുന്നു ഇത്. എന്തൊക്കെയാ? സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക. നിസ്കാരത്തിലും മറ്റു ചില സന്ദർഭങ്ങളും സുബ്ഹാനല്ലാഹ് എന്ന പദം വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആ അള്ളാഹുവിന്റെ പരിശുദ്ധിയുടെ മാറ്റുണ്ടല്ലോ, പ്യൂരിറ്റി, അതിങ്ങനെ കടന്നു വരണം. വൽഹംദുലില്ലാഹ്, മറ്റു പല സന്ദർഭങ്ങളിലും നമ്മൾ പറഞ്ഞ ദിക്റുകളുടെയും ദുആകളുടെയും ഒക്കെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാണത് അള്ളാഹുവിനെ സ്തുതിക്കുക എന്നുള്ളത്. വലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്തിന്റെ മർമ്മം, അള്ളാഹുവെ നീയല്ലാതെ ആരാധനയ്ക്ക് അർഹൻ മറ്റാരും ഇല്ല എന്ന ആ ഒരു തൗഹീദിന്റെ പ്രഖ്യാപനം. വല്ലാഹു അക്ബർ, അള്ളാഹുവെ നീയാണ് ഏറ്റവും വലിയവൻ, ഞാൻ ഏറ്റവും വിനയാന്വിതനായ എളിയവനായ നിന്റെ ദാസന്മാരിൽ ഒരാൾ മാത്രമാണ് എന്ന വിനയത്തിന്റെയും എളിമയുടെയും ആ ഒരു അംശവും ഇതെല്ലാം കൂടി സമന്വയിക്കുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദിക്റുകളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റായി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അത് നമ്മളും പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ദിക്ർ നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിൽ, ഈമാൻ കാമിലാകുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഖളാ ഏറ്റുവാങ്ങി റൂഹിനെ വിട്ടുകൊടുക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോയ എല്ലാവിധ അബദ്ധങ്ങളും തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തന്ന് ഇരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കുകയും അവ മറച്ചു വെച്ച് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അവയ്ക്ക് പകരം നന്മകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി വീടുകളിലും ആശുപത്രികളിലും ഈ മജ്ലിസിലും ഇരിക്കുന്നവർക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു മരണം വരെ നിലനിർത്തി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതത്തിന്റെ അവസാനം വരെ ആ തഖ്വ കാത്തു സൂക്ഷിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹസ്സലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഉപജീവനത്തിന്റെ, റിസ്ഖിന്റെ, മഈശത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ.
അനുഗ്രഹിക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും ഔലിയാക്കളും സലഫുസ്സാലികളും സുദ്ദീഖുകളും ഷഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.